ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഷണൽ ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻപിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങളാണ്. LDSയിലും LGSയിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം: നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയമാണ്? ആൻസർ ഓപ്ഷൻ ഡി, USA, അമേരിക്കയിൽ നിന്ന് കടമെടുത്താണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്നുള്ള ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്, അതായത് USA നിന്നാണ്. നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ ആമുഖം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. അവകാശങ്ങൾ, മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ എന്ന് ഓർക്കുക. അമേരിക്ക ആമുഖം, അവകാശങ്ങൾ അമേരിക്ക ആമുഖം എന്ന് ഓർത്ത് വയ്ക്കാവുന്നതാണ്. അടുത്തത്: ഭരണഘടന നിലവിൽ വന്ന ശേഷം ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്തായിരുന്നു? അത് ആൻസർ വരുന്നത് പഞ്ചാബാണ്. ഓപ്ഷൻ സി ആണ്. ഭരണഘടന നിലവിൽ വന്ന ശേഷം ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. 1950 ഭരണഘടന നിലവിൽ വന്നത്. അതിനുശേഷം ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് പഞ്ചാബ്. അടുത്തത്: മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര്? സുപ്രീം കോടതി. ആൻസർ ഓപ്ഷൻ ബി ആണ്, സുപ്രീം കോടതി. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. അടുത്തത്: കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയാണ്. ആൻസർ ഓപ്ഷൻ എ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല എന്നറിയപ്പെടുന്നത് വയനാട്. അടുത്തത്: ഭാരതപ്പുഴയുടെ പോഷക നദി ഏത്? ആൻസർ ഓപ്ഷൻ ബി, കുന്തിപ്പുഴ. ഭാരതപ്പുഴയുടെ പോഷക നദി എന്നറിയപ്പെടുന്നത് കുന്തിപ്പുഴയാണ്. അടുത്തത്: വെള്ളായണി കായൽ ഏതു ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ, തിരുവനന്തപുരം. വെള്ളായണി കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് വെള്ളായണി കായലാണ്. അടുത്തത്: കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ സി, കൂത്തുങ്കൽ. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് കൂത്തുങ്കലാണ്. അടുത്തത്: സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേരളത്തിൽ ഒരുമ ബില്ലിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തിയ സ്ഥാപനം ഏത്? സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേരളത്തിൽ ഒരുമ ബില്ലിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തിയ സ്ഥാപനം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി, KSEB ആണ്. KSEB ആണ് കേരളത്തിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരുമ എന്ന ബില്ലിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തിയത്. അടുത്തത്: കേരളത്തിൽ മയിലുകളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച പക്ഷി സങ്കേതം ഏത്? ആൻസർ ഓപ്ഷൻ എ, ചൂലന്നൂർ. കേരളത്തിലെ മയിലുകളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ. തൃശ്ശൂർ, പാലക്കാട് ജില്ലയിലായി വ്യാപിച്ചെടുക്കുന്ന പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് ചൂലന്നൂരാണ്. അതായത് കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ചൂലന്നൂരാണ്. അടുത്തത്: കേരളത്തിൻ്റെ കടൽ തീരത്തിന് എത്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ട്? ആൻസർ ഓപ്ഷൻ ഡി, 580. കേരളത്തിൻ്റെ കടൽ തീരത്തിന് എത്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ടെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം എത്രയാണെന്നാണ്. 580 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം. 580 കിലോമീറ്റർ. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എന്നറിയപ്പെടുന്നത് 9 ജില്ലകളാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്നതും 9 സംസ്ഥാനങ്ങളാണ്. ഓക്കെ, കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ 5 ജില്ലകളാണ്. അടുത്തത്: 2010 ഏഷ്യൻ ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണം നേടിയതാര്? 2010 പ്രീജ ശ്രീധരനാണ്. 2010 ഏഷ്യൻ ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് പ്രീജ ശ്രീധരൻ. അടുത്തത്: അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏത്? വെങ്ങാനൂർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, വെങ്ങാനൂർ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് വെങ്ങാനൂരാണ്. അടുത്തത്: തൈക്കാട് അയ്യാഗുരുവിൻ്റെ പ്രശസ്തരായ 2 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. മറ്റേത് ആര്? ആൻസർ ഓപ്ഷൻ സി, ചട്ടമ്പിസ്വാമികൾ. തൈക്കാട് അയ്യാഗുരുവിൻ്റെ 2 പ്രശസ്തരായ ശിഷ്യന്മാരാണ് ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമികളും. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത്: താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏത്? ആൻസർ ഓപ്ഷൻ എ, ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയായി വരുന്നത് താഴെ പറയുന്നവയിൽ. അടുത്തത്: കല്യാണദായിനി സഭ രൂപീകരിച്ചത് ആര്? കല്യാണദായിനി സഭ രൂപീകരിച്ചത് ആൻസർ ഓപ്ഷൻ ഡി, പണ്ഡിറ്റ് KP കറുപ്പൻ. കല്യാണദായിനി സഭ രൂപീകരിച്ച വ്യക്തിയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അടുത്തത്: VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ ഏത്? VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ എന്നറിയപ്പെടുന്നത് കണ്ണീരും കിനാവുമാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും. അടുത്തത്: പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ സ്ഥാപകൻ ആര്? ആൻസർ ഓപ്ഷൻ ഡി, ശ്രീകുമാര ഗുരുദേവൻ.
പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ശ്രീകുമാര ഗുരുദേവനാണ്. അടുത്തത്, എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ ജീവിത സ്മരണകൾ എന്നുള്ളത് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ്. ആൻസർ ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭൻ. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ്. അടുത്തത്, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപൻ എന്നറിയപ്പെടുന്നത് CP ഗോവിന്ദപിള്ളയാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപൻ എന്നറിയപ്പെടുന്നത് CP ഗോവിന്ദപിള്ള. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത്, മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതാര്? മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് GP പിള്ളയാണ്. ആൻസർ ഓപ്ഷൻ ഡി, GP പിള്ള. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി, GP പിള്ള. അടുത്തത്, സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാക്കുന്നു എന്നുള്ളത്. സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്ത പ്രസ്താവനയാണ് പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാക്കുന്നു എന്നുള്ളത്. ബാക്കിയുള്ളതെല്ലാം പ്രകാശത്തെ പ്രതിപതിപ്പിക്കുന്നു, അതുപോലെ പാർശ്വിക വിപര്യം ഉണ്ടാക്കുന്നു, മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്നു എന്നിവയെല്ലാം സമതല ദർപ്പണത്തിൻ്റെ പ്രസ്താവനകളാണ്. പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമാണ് സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്ത പ്രസ്താവന. അടുത്തത്, മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്. ആൻസർ ഓപ്ഷൻ ബി, സൾഫ്യൂരിക് ആസിഡ്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അടുത്തത്, സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു ബാർ കാന്തം ഏത് ദിശയിൽ നിൽക്കും? ആൻസർ ഓപ്ഷൻ ഡി, തെക്ക് വടക്ക്. ഓപ്ഷൻ ഡി, തെക്ക് വടക്ക് നീളത്തിലാണ് സ്വതന്ത്രമായി തൂക്കിയിട്ടിരിക്കുന്ന ഒരു ബാർ കാന്തം നിൽക്കുന്നത്. അടുത്തത്, ഡൈനാമയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. ആൻസർ ഓപ്ഷൻ എ, യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു. ഡൈനാമിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നത്. അടുത്തത്, ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏത്? ബയോഗ്യാസിലെ പ്രധാന ഘടകം എന്നറിയപ്പെടുന്നത് മീഥേനാണ്. ആൻസർ ഓപ്ഷൻ സി, മീഥേൻ. ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥേന്. അടുത്തത്, ചരിത്രത്തിൽ ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ച് ആവർത്തന പട്ടിക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാര്? ചരിത്രത്തിൽ ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ച് ആവർത്തന പട്ടിക തയ്യാറാക്കിയത് മെൻഡലിയേഫ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി. ചരിത്രത്തിൽ ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ച് ആവർത്തന പട്ടിക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് മെൻഡലിയേഫ്. അടുത്തത്, ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണം ഏത്? ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി, തെർമോമീറ്റർ. ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ. അടുത്തത്, താഴെ പറയുന്നവയിൽ സമ്പർക്കരഹിത ബലം ഏത്? താഴെ പറയുന്നവൽ സമ്പർക്കരഹിത ബലം എന്നറിയപ്പെടുന്നത് മാങ്ങ ഞെട്ടറ്റ് വീഴുന്നതാണ്. താഴെ പറയുന്നവൽ സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് മാങ്ങ ഞെട്ടറ്റ് വീഴുന്നതാണ്. അടുത്തത്, ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം. ആൻസർ ഓപ്ഷൻ ബി, വ്യാഴം. വ്യാഴത്തിനാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത്. ഇപ്പോൾ പുതുതായി ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ശനിക്കും അങ്ങനെ ഉപഗ്രഹങ്ങളെ കൂടുതലായി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ആൻസർ വരുന്നത് വ്യാഴമാണ്. അടുത്തത്, അലുമിനിയത്തിൻ്റെ അയിര് ഏത്? അലുമിനിയത്തിൻ്റെ അയിരെന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ്, ബോക്സൈറ്റ്. അലുമിനിയത്തിൻ്റെ അയിരെന്നറിയപ്പെടുന്നത് ബോക്സൈറ്റ് ആണ്. അടുത്തത്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി, കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അടുത്തത്, മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി, തുടയൽ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്നറിയപ്പെടുന്നത് തുടയലാണ്. ഫീമറാണ് ഏറ്റവും വലിയ അസ്ഥി എന്നറിയപ്പെടുന്നത്. അടുത്തത്, ഒരു ശങ്കരവർഗം പച്ചമുളകാണ് താഴെ പറയുന്നതിൽ അത് എന്നാണ് ചോദ്യം. ഒരു ശങ്കരവർഗം പച്ചമുളക് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി, അനുഗ്രഹയാണ്. ഒരു ശങ്കരവർഗം പച്ചമുളകാണ് അനുഗ്രഹ. അടുത്തത്, ലോകത്ത് ചണം ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം. ആൻസർ ഓപ്ഷൻ ഡി, ഇന്ത്യ. ലോകത്ത് ചണം ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. അടുത്തത്, അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? ആൻസർ ഓപ്ഷൻ ബി, വൈറ്റമിൻ സി. ഓപ്ഷൻ ബി ആണ് വരുന്നത്, വൈറ്റമിൻ സി. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി ആണ്. അടുത്തത്, ചിക്കൻ ഗുനിയ പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത്? ചിക്കൻ ഗുനിയ പനിക്ക് കാരണമായ സൂക്ഷ്മാണു വൈറസാണ്. ഓപ്ഷൻ സി ആണ് ആൻസറായി വരുന്നത്. ചിക്കൻ ഗുനിയ പനിക്ക് കാരണമായ സൂക്ഷ്മാണു എന്നറിയപ്പെടുന്നത് വൈറസാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്ത പ്രകൃതി വിഭവമാണ്. ആൻസർ ഓപ്ഷൻ ബി, കൽക്കരി. താഴെ പറയുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്ത പ്രകൃതി വിഭവമാണ് കൽക്കരി. അടുത്തത്, കാസർഗോഡ് ജില്ലയിൽ ദുരന്തം വിതച്ച കീടനാശിനി ഏത്? കാസർഗോഡ് ജില്ലയിൽ ദുരന്തം വിതച്ച കീടനാശിനി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ, എൻഡോസൾഫാനാണ്.
കാസർഗോഡ് ജില്ലയിൽ ദുരന്തം വിതച്ച കീടനാശിനി എന്നറിയപ്പെടുന്നത് എൻഡോസൾഫാൻ. ഓപ്ഷൻ എ ആണ് ആൻസറായി വരുന്നത്, എൻഡോസൾഫാൻ. അടുത്തത്, നമ്മുടെ നാട്ടിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിവർഗമാണ് വെരുക്. ആൻസർ ഓപ്ഷൻ ബി, വെരുക്. നമ്മുടെ നാട്ടിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിവർഗമാണ് വെരുക്. ഓപ്ഷൻ ബി വരുന്നത് വെരുക്. അടുത്തത്, കൊതുക് നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിലും വീടുകളിലും ആചരിക്കുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയാണ്. ആൻസർ ഓപ്ഷൻ ബി, ഡ്രൈ ഡേ. കൊതുക് നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിലും വീടുകളിലും ആചരിക്കുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയാണ് ഡ്രൈ ഡേ എന്ന് അറിയപ്പെടുന്നത്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് LGS മുൻ വർഷത്തെ LGS എക്സാമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2014 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.